സ്തോത്രം. ലൂക്കോസ് 10. ഒത്തിരി വാക്യമുണ്ട്, പക്ഷെ എല്ലാം വായിക്കാൻ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിർത്തി വായിക്കാം. ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം, 10 വാക്യം വായിക്കാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും വരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുവീൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിലേക്ക് മാറിപ്പോരുത്. ഏത് പട്ടണത്തിലും ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നതന്നെ ഭക്ഷിപ്പീൻ. അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറവീൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ തെരുവുകളിൽ പോയി, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടി കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞിട്ട് പോന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അപ്പം ലൂക്കോസിന്റെ പുസ്തകത്തിൽ കർത്താവ് അനന്തരം കർത്തവ്യരെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പ് ഈരണ്ടായി അയച്ചു. ഹല്ലേലൂയ. യേശു പോകാനുള്ള പട്ടണത്തിലേക്കാണ് അവരെ അയച്ചത്. താൻ പോകാനുള്ള പട്ടണത്തിലേക്ക് അവരെ മുമ്പ് തനിക്ക് മുൻപായി അവരെ അയച്ചു. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ നമ്മളെ ഓരോരുത്തരും യേശുക്കർത്തെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കും. യേശുക്കർത്തെ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ അയക്കുന്നത്. കാരണം നമ്മളിലൂടെയാണ് യേശുക്കർത്താവ് ചെല്ലുന്നത്. അന്ന് ശിഷ്യന്മാരെ മുന്നമേ അയച്ചെങ്കിൽ ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ കർത്താവ് അയച്ചു. അപ്പൊ നമ്മൾ കടന്നു പോയില്ലെങ്കിൽ കർത്താവും പോകാതിരിക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ പോകണം എന്ന് പറയുന്നത് പോകണം കേട്ടോ. അപ്പൊ കർത്താവിന്റെ യാത്രയൊന്നും ആരും മുടക്കി കളയില്ല. ഹല്ലേലൂയ. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനൻ തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ട അപേക്ഷിപ്പാൻ ആരോടാ കർത്താവ് പറഞ്ഞു? ശിഷ്യന്മാരോടാ പറഞ്ഞു. ഹല്ലേലൂയ. ശിഷ്യന്മാരോടാ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നലെ ഞാനിങ്ങനെ ആരോ മെസ്സേജ് ഇടണപ്പോ പറയുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ശരിക്കും പറഞ്ഞാല് വിശ്വാസികളെ ജനിപ്പിക്കാനല്ല പറഞ്ഞത്, വിശ്വാസികളെ സൃഷ്ടിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാണ്, എന്നിട്ട് എല്ലാവരെയും പിതാവിന്റെയും പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക, എന്റെ ശിഷ്യരാക്കിക്കൊള്ളുന്ന പറഞ്ഞത്. ആമേൻ. കാരണം ശിഷ്യത്വത്തിൽ ഉള്ള പ്രത്യേകത, ശിഷ്യന്മാരായി കഴിഞ്ഞാൽ വീണ്ടും അനേകരെ നേടുവാനായിട്ട് ശ്രമിക്കും, മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെ, വിശ്വാസികളുടെ പ്രശ്നം, നമ്മൾ വെറും വിശ്വാസികളായിരിക്കും നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാകത്തില്ല. ഇന്ന് വിശ്വാസികളാ കൂടുതൽ, ശിഷ്യന്മാര് കുറവാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ എല്ലാരും ശിഷ്യരാക്കാനാണ് പറഞ്ഞു. ഇപ്പൊ ഇന്ന് പല ആൾക്കാരും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇപ്പൊ പല വിശ്വാസികളുടെ വിചാരം ഈ സുവിശേഷം പറയാന്നും മറ്റുള്ളവരെ നേടുക എന്നുള്ള ഇത് ഏതാണ്ട് പാസ്റ്റർമാരെ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാരെ ദൈവം അപ്പോയിന്റ് ചെയ്ത് വെച്ചേക്കുന്ന മാത്രം ഉത്തരവാദിത്വമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരിക്കലും അല്ല. നമ്മൾ വിശ്വാസികളായിരിക്കണം ദൈവം ആരും വിളിച്ചിട്ട് എല്ലാവരെയും ശിഷ്യരാകാൻ വേണ്ടി വിളിച്ചിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്, മറ്റുള്ളവരെ നേടുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ പറയുന്ന അപ്പൊ അമ്മേൻ കൊയ്ത്ത് വളരെയുണ്ട്. അപ്പം സത്യം, വേലക്കാരും തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കുന്നത് അപേക്ഷിപ്പൻ നമ്മുടെ ഉത്തരവാദിത്വം. കർത്താവേ കർത്താവേ അനേകരെ കൊയ്ത്തിന്റെ അനേകരെ വേലക്കാരെ അയക്കണം. ഈ വേലക്കാരെന്ന് പറയുമ്പം നമ്മളെല്ലാവരും വേലക്കാരാണ്. ഇനി വീണ്ടും ഒരുപാട് ആൾക്കാരെ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അതിന് അടുത്ത പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. ഇത് ലോകത്തിലേക്ക് അവരയച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് നിങ്ങളെ അയക്കുന്നത്, കുഞ്ഞാടുകളെ പോലെ ആയിരിക്കണം. പക്ഷെ വേറെടുത്ത് പറയുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളും പ്രാവിനെ പോലെ നമ്മൾ നിഷ്കളങ്കരുമായിരിക്കണം. നമ്മൾ ചുറ്റും ഇറങ്ങുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം വെച്ചാൽ
ബുദ്ധിയോടുകൂടി ആയിരിക്കും, പക്ഷേ നിഷ്കളങ്കമായ സ്വഭാവത്തെ. ഇന്ന് നേരെ തിരിച്ചാണ് എല്ലാവർക്കും. ഹല്ലേലൂയ. ആമേൻ. പാമ്പിന്റെ പോലെ നിഷ്കളങ്ക സ്വഭാവം, ആ സ്വഭാവം കൊണ്ട് നടക്കുന്ന ഹല്ലേലൂയ. പക്ഷേല് നമ്മളോടൊക്കെ കർത്താവ് പറഞ്ഞ ഓരോ വാക്യത്തിലും ഭയങ്കര അർത്ഥമുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ഹല്ലേലൂയ ഈ സ്വഭാവം മനസ്സിലാകാത്തോണ്ടൊക്കെ നമ്മളെ പലപ്പോഴും പറ്റിക്കപ്പെടാറുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പക്ഷേല് അവിടെ കർത്താവ് നമുക്ക് ബുദ്ധി ഞാൻ പറഞ്ഞു പണ്ടൊരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അപ്പാ നിന്റെ അല്ലേ മനസ്സിൽ, അതുകൊണ്ടല്ലേ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശൊക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ദൈവം പറഞ്ഞു, നീ മനസ്സിലെഴുതുന്ന പുറമേ കണ്ടിട്ടാ, ഞാൻ മനസ്സിൽ അകം കണ്ടിട്ട്. അപ്പൊ നമ്മൾ ബുദ്ധി ഉള്ളവരാണെങ്കിൽ അവർ അകത്ത് എന്താ ചിന്തയെന്ന് നമ്മൾ മനസ്സിലാക്കും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ബുദ്ധി ഇല്ലായ്മയാണ് അതിലേക്ക് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഇപ്പോഴും ദൈവത്തിനോട് ചോദിച്ചാൽ കൃത്യമായി ദൈവം ഒരാളെ വെളിപ്പെടുത്തി തരും, നമുക്ക് പറഞ്ഞു തരും. പക്ഷെ നമ്മൾ പലപ്പോഴും ചോദിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളങ്ങ് ഊഹിക്കും, അയ്യോ ഇതായിരിക്കും ദൈവഹിതം, അല്ലെങ്കിൽ ഇത് ദൈവത്തിന് തീരുമാനമായിരിക്കും എന്നൊക്കെ നമ്മളങ്ങ് ഊഹിക്കും. ഊഹിച്ചിട്ട് നമ്മളങ്ങ് തീരുമാനത്തിലേക്ക് എത്തും. പക്ഷെ അല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തെ അറിയണം, പരിശുദ്ധാത്മാവോട് ചോദിക്കണം. ഹല്ലേലൂയ. കർത്താവേ ചെയ്യണം, എന്താ വേണ്ടതെന്നൊക്കെ. അപ്പൊ അത് നമ്മൾ പലപ്പോഴും നമുക്ക് കഴിയാറില്ലെന്നുള്ളതാണ് നമ്മുടെ തെറ്റ്. അപ്പൊ ചെന്നായ്ക്കൾ തന്റെ കുഞ്ഞാടുകൾ ഇപ്പൊ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പൊ നമ്മുടെ ചുറ്റുപാട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഹല്ലേലൂയ നമ്മൾ ചിലപ്പോ എന്താണ് സ്വഭാവം, എന്താ കടിച്ചു കീറാൻ വരുമായിരിക്കും. കുഞ്ഞാടിന്റെ സ്വഭാവം എന്താ? ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയും അതിന്റെ വായിന്ന് രക്ഷപ്പെടാൻ നോക്കും. ഹല്ലേലൂയ. അല്ലാതെ അതിനോട് എതിർത്ത് നിൽക്കാനോ ഹല്ലേലൂയ അതിന്റെ പകരം പറയാൻ അതുപോലെ ചെയ്യാനും നിൽക്കത്തില്ല. കുഞ്ഞാട് ഹല്ലേലൂയ അതുപോലെ ആണ് അയക്കുന്നത്. സഞ്ചി പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴി വെച്ച് ആരെയും വന്ദനം ചെയ്യരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. എന്നിട്ട് അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ. ആര് തരുന്നതാ? അല്ല, നമ്മളെ കൈക്കൊള്ളുന്നവർ. ഹല്ലേലൂയ. ആമേൻ. സമാധാനം എന്ന് പറയാനല്ലേ നമ്മൾ ചെല്ലുമ്പോ നമ്മളെ കൈക്കൊള്ളുന്നവർ തരുന്നത് തിന്നും കുടിച്ചുകൊണ്ടാണ്. അല്ലാതെ നമ്മളെ കൈക്കൊള്ളാത്തവർ സമാധാനം പറയുമ്പോൾ സമാധാനപുത്രൻ ഇല്ലാത്ത വീട്ടിലൊന്നും തിന്നാനും കുടിക്കാനും ദൈവം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. വേലക്കാരൻ തന്റെ കൂലിക്കുകയില്ല. വീട്ടിൽ നിന്ന് വീട്ടിലേക്കും ഏത് പട്ടണത്തിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പിൻ. ഹല്ലേലൂയ. അവർ നമ്മളെ കൈക്കൊള്ളുക എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ചിലപ്പോ സിസ്റ്ററെ പ്രൈസ് വാ 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 എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോട് കൈക്കൊള്ളുന്നതിനെ കുറിച്ചാണ് ദൈവം ഇത് പറഞ്ഞത്. അല്ല, നമ്മൾ പറയുന്ന വചനം, നമ്മൾ പറയുന്ന സുവിശേഷം അവർ കൈക്കൊള്ളുന്നെങ്കിൽ തന്നെയാണ്. പക്ഷെ പലരുടെ വിചാരം നമ്മളെ കാണുമ്പോൾ ഒരു സ്നേഹമൊക്കെ കാണിച്ച് നമ്മളെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവര് കൈക്കൊള്ളുന്നു, സുവിശേഷത്തിൽ പറയുമ്പോൾ അവര് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ അവര് നമ്മളെ കൈക്കൊള്ളുന്നില്ല എന്ന് തന്നെ അർത്ഥം. അപ്പൊ അവിടെ തിന്നാനും കുടിക്കാനും അവരുടെ പൈസ വാങ്ങിക്കാനൊന്നും നിൽക്കരുത്, ഇങ്ങോട്ട് പോന്നേക്കണെന്ന കർത്താവ് കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്ന കണക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് നമുക്ക് ആർക്കും അതൊക്കെ പയ്യെ അങ്ങോട്ട് മാറ്റി വെക്കും സൈഡൊക്കെ എന്നുള്ള. അപ്പൊ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഭക്ഷ്യപ്പേൻ അതിലെ രോഗികളെ സൗഖ്യമായി ദൈവരാജ്യം നിങ്ങൾ സമീപിച്ചിരിക്കുക എന്ന് അവരോട് പറയും. അപ്പൊ നമ്മളെ കൈക്കൊള്ളുന്നു എങ്കിൽ അടുത്തൊരു ഉത്തരവാദിത്തം, അവിടെ രോഗികളുണ്ടെങ്കിൽ അവര് സൗഖ്യമാക്കണം. ഹല്ലേലൂയ. കർത്താവ് നേരത്തെ പറഞ്ഞേ, ഞാൻ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് എനിക്ക് മുമ്പായി ശിഷ്യന്മാരെ അയക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൂടെ കർത്താവ് നമ്മുടെ കൂടെ വരും. അപ്പോൾ ഒരു രോഗി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പറയുന്ന വചനം അവർ കൈക്കൊള്ളുന്നെങ്കിൽ അവിടെയുള്ള രോഗികളെ നമ്മൾ സൗഖ്യമാകും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ ആ ഭവനത്തിലുണ്ടെങ്കിൽ, ആ വ്യക്തിയിലുണ്ടെങ്കിൽ അതിനെ പുറത്ത് ആക്കാനുള്ള പവർ ദൈവം നമുക്ക് തന്നിട്ട് അത് നമ്മൾ ചെയ്യണം. എന്നിട്ട് വേണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് അവരോട് പറയുമ്പോ എന്താ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ രോഗികൾ സൗഖ്യമാകുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു. അപ്പൊ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറയാം. അടുത്ത പറയുന്നത്, ഏത് പട്ടണത്തിൽ ചെന്ന് അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന് തെരുക്കൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചെന്ന് അവരോട് അവർ അറിഞ്ഞുകൊള്ളു എന്ന് പറയും. അപ്പൊ കൈക്കൊള്ളുന്നില്ലെങ്കിൽ കാലിലെ പൊടി പോലും അവിടെ തട്ടിക്കളഞ്ഞിട്ട് അവരോട് പറയാം. പക്ഷേ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന അറിഞ്ഞുകൊള്ളുവിൻ. അത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ദൈവരാജ്യം സമീപം, പക്ഷെ നിങ്ങളത് സ്വീകരിക്കുന്നില്ല, നിങ്ങൾ കേൾക്കില്ല. അതുകൊണ്ടതാ
ഇവിടെ നിന്നുള്ള പൊടിയും കൂടെ പോലും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ പൊരുളുള്ള കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. കർത്താവ് പലപ്പോഴും ഉപമയിലൂടെയും ഉപദേശങ്ങളിലൂടെ ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. അത് നമ്മൾ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ പലരും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ട കാര്യങ്ങളൊന്നും ഹല്ലേലൂയ ഇന്ന് നമ്മൾ ഇടയിൽ പാലിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ അതൊക്കെ മറന്നു പോയിട്ട് ജീവിക്കുന്നവരെ പോലെ എല്ലാവരും. പക്ഷേ അങ്ങനെയല്ല നമ്മൾ. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് അവിടെ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ 16-ാം വാക്യത്തിൽ പറയാം, നിങ്ങളുടെ വാക്ക് കേൾക്കുന്ന എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്ന എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്ന എന്നെ അയച്ചവനെ തള്ളും. അപ്പൊ നമ്മൾ ചെന്ന് പറയുമ്പം നമ്മുടെ വാക്ക് കേൾക്കുകയാണെങ്കിൽ അത് കർത്താവിന്റെ വാക്ക് കേൾക്കുന്നു. കർത്താവിന്റെ വാക്ക് കേൾക്കണം. അത് ആരുടെ? സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ വാക്ക് കേൾക്കും. അവര് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് വലിയ നമ്മളെ തള്ളി നമ്മുടെ വാക്ക് കേൾക്കുന്നതല്ല, അവർ ആദ്യം റിജക്ട് ചെയ്യുന്ന അല്ല ആരെ തള്ളിക്കള? കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത്. അത് മുഖാന്തരം ആരാ? കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അയച്ചു സ്വർഗ്ഗസ്ഥനായ പിതാവിനെയാണ് തള്ളിക്കളയുന്നത്. ഇന്നലെ അൻമോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് അമ്മ അമ്മ ഞാൻ എന്താ വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു. അപ്പം ഓടി വന്നിട്ട് അമ്മ എനിക്കൊരു കാര്യം, അയ്യോ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ എന്താണ്? അപ്പൊ ഉൽപ്പത്തി എടുത്തിട്ട് വായിച്ചിട്ട് എന്നിട്ട് നാം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എത്രാം അധ്യായം? 3 അല്ല ഉൽപ്പത്തി അവിടെ ഇംഗ്ലീഷാ വായിച്ചത്, മലയാളത്തിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇംഗ്ലീഷ് അങ്ങനെയല്ല, തന്റെ സൃഷ്ടിയിൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കുമ്പോ അവർ ഇമേജ് എന്ന് എഴുതിയേക്കുന്നത്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ നമുക്ക് നിങ്ങൾ ഇതിനകത്ത് മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തെ. പക്ഷേ ഇംഗ്ലീഷ് എഴുതിയേക്കുമ്പോ അവർ ഇമേജ് എന്ന് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അവിടെ വന്നിട്ട് അമ്മ ഇത് കണ്ടോ ദൈവം എഴുതിയേക്ക. അപ്പൊ അതുകൊണ്ട് അവർ എന്ന് പറയുമ്പോ ഒരാളല്ലോ ഉള്ളത്. ഹല്ലേലൂയ. അപ്പൊ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ തന്നെ രൂപം അല്ലെ, 3 പേരുടെ ഇമേജ് ഒന്ന് തന്നെയല്ലേ? ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്ന് പറയണ്ട. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ഞാനിത് എല്ലാം ഒന്നാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ ഹല്ലേലൂയ ആരെ തള്ളുന്ന നിങ്ങൾ നമ്മളെ തള്ളുന്നെങ്കിൽ ആരെ തള്ളുന്നത്? അപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ച് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ആക്കിയേക്കും. അപ്പൊ എന്താ അതിന് കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ ചെന്ന് നിൽക്കുമ്പം കർത്താവ് ചെന്ന് നിൽക്കുന്നത് പോലെയാണ് ദൈവം നമ്മളെ കാണുന്നത്, നമ്മളെ അയക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമ്മളെ അതുപോലെ കാണുന്നില്ല. അതാണ് പ്രശ്നം. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യവും സൃഷ്ടിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തന്നിപ്പോ. ആ ആത്മാവുമായിട്ട് നമ്മൾ ചെന്ന് നിൽക്കുമ്പം ശരിക്കും കറക്റ്റായിട്ട് ദൈവം ചെന്ന് നിൽക്കുന്ന കണക്കിന് ദൈവം നമ്മൾ അയക്കുന്ന കണക്കിന് നമ്മൾ ഓരോരുത്തർക്ക് അയക്കുന്നത്. അപ്പൊ നമ്മൾ തള്ളുന്നവൻ ദൈവത്തിനെ തള്ളുന്നു. യേശുവിനെ കർത്താവിനെ എന്നിട്ട് പറഞ്ഞ് നിങ്ങളെ എന്നെ തള്ളുന്നു, പക്ഷെ എന്നെ തള്ളുന്നവൻ പിതാവിനെ തള്ളിക്കളയുന്നു, അയച്ചവനെ തള്ളുന്നു. നമ്മളെ സ്വർഗത്തിലെ നിന്ന് കർത്താവ് യേശു അസൈൻമെന്റ് ഭൂമിയിലേക്ക് അയച്ച യേശു കർത്താവിനെ അയച്ച ദൈവമാണ്. അപ്പൊ ആ ദൈവത്തെ തള്ളിക്കളയുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം 17 തുടങ്ങിയിട്ട്. ആ 70 പേർ സന്തുഷ്ടത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ആ നാഴികയിൽ അത് കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പൊ ഇവിടെ 70 പേര് പോയിട്ട് കർത്താവ് അയച്ചെടുത്തത് പോയിട്ട് സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്താ കാര്യം അറിയാം? കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അല്ലെ, നമ്മൾ എവിടെങ്കിലൊക്കെ പോയി അല്ലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കീഴടങ്ങിയ പുറത്തുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ? അല്ലെ പോകുന്നിടത്ത് സുവിശേഷം പറഞ്ഞ് ഒരാളത് കേട്ട് വിശ്വസിച്ച് ഹല്ലേലൂയ കർത്താവിനെ സ്വീകരിക്കുന്ന ലെവലിലേക്ക് വന്ന പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷത്തെ മടങ്ങിയത്. ആ സമയത്ത് നമ്മൾ പോയിട്ട് ആരും കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. ഒന്നിനെ നമുക്ക് ശരിയാക്കി കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാതെ നമുക്ക് സന്തോഷത്തിൽ വരാൻ പറ്റുമോ? ഇല്ല, നമുക്ക് സങ്കടമായിരിക്കും അല്ലേ? നമ്മളെടുത്ത് പോകുമ്പോഴത്തേന്
അവിടെ എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി നടക്കണ നമുക്ക് ഭയങ്കര സന്തോഷം. ഇവർ പോയിട്ട് അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയാ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും എന്നൊക്കെ പറയും. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ഇവരിത് പറയുന്നൊക്കെ തിരിച്ചു പറഞ്ഞേരെ, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്ന ഞാൻ കണ്ടു. അപ്പം നമ്മൾ എവിടെയെങ്കിലും പായിക്കുന്നിടത്ത് കർത്താവ് നമ്മുടെ കൂടെ വരണം നിർബന്ധം തോന്നുന്നില്ല, പക്ഷെ കർത്താവ് കാണുന്നുണ്ട് കേട്ടോ അവിടെ എന്താ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ മിന്നൽ പോലെ ആകാശം വീഴുന്ന ഞാൻ കണ്ടു, അല്ലെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും. ഹല്ലേലൂയ. അവിടെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, അതിൽ ഒരു ബലം അവന്റെ ഒരു ശക്തിക്കും അല്ലെ നമ്മുടെ മുമ്പ് നിൽക്കാൻ പറ്റത്തില്ല. അതിലെല്ലാം സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പൊ ദൈവം തന്നിരിക്കുന്ന അധികാരം ചെറിയ കാര്യങ്ങൾ ചെയ്യും, പനി മാറാനോ തലവേദന മാറാനോ മറ്റുള്ള രോഗങ്ങൾ മാറാനോ അല്ല. നമ്മൾ ഏത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് മാറും. അതുപോലെ ചെറിയ ഭൂതമൊന്നോ വലിയ ഭൂതമൊന്നോ അങ്ങനെയൊന്നും അല്ല. എന്ത് വേണ്ടി പ്രാർത്ഥിച്ചാലും അവർ കമാൻഡ് ചെയ്താൽ അവർ വിട്ടുപോകും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ സകല ബലം അവൻ എന്തൊക്കെ ബലമുണ്ടോ ഈ ലോകത്തിൽ അതിന്റെ മേലെല്ലാം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന അധികാരം തന്നിട്ടുണ്ട്, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പൊ നമ്മുടെ എല്ലാവരും വിചാരം, അയ്യോ ഞാനവിടെ പോയി പ്രാർത്ഥിച്ചാല ഞാനത് കമാൻഡ് ചെയ്ത് പുറത്താക്കി ഇത് എന്റെ കൂടെ വരുമോ, ഇത് എനിക്ക് പറ്റുമോ, എന്റെ കുടുംബത്തിലേക്ക് ഇത് കയറി വരുമോ, എനിക്കിത് തിരിച്ചടിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത പലർക്കും. കാരണം ഇന്ന് അങ്ങനെയുള്ള കുറെ റോങ് ടീച്ചിങ്സ് നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആൾക്കാർ, പക്ഷെ ദൈവം കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ട്, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഹല്ലേലൂയ. പലരും പറയാറുണ്ടാവും, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥന ഇറക്കി വിട്ടൊക്കെ പുറത്തുനിന്ന് നിൽപ്പുണ്ട്, അവസരം കിട്ടി ഇങ്ങോട്ട് കയറും എന്നൊക്കെ. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ കർത്താവ് യേശു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലായ്മ വരുമ്പോഴോ പാപം വരുമ്പോഴോ ആണ് പൈശാചിക ശക്തികൾ നമ്മളിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ അനുവദിച്ചു കൊടുക്കാതെ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ കയറാൻ പറ്റത്തില്ല. നമ്മളെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പൊ ഒരിക്കലും ദോഷം വരുത്തില്ല. ഞാൻ ഇന്നലെ ചെയ്ത് നാളെ വരുമെന്നല്ല, നാളെയും വരുത്തില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ ഹല്ലേലൂയ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുകയാണ്, ദൈവത്തിന്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും ഉണ്ടെങ്കിൽ, ഇത് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ആ വിശുദ്ധ ജീവിതം നമ്മളുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരുത്തില്ലതൊന്നും. ഹല്ലേലൂയ. എങ്കിലും പറഞ്ഞ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് അത്രേ സന്തോഷിക്കും. നമ്മള് ഈ ലോകത്തിൽ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ എത്ര വലിയ ശുശ്രൂഷകൾ ചെയ്താലും സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് മായ്ച്ചു കളഞ്ഞാൽ തീർന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് അത്രേ സന്തോഷിക്കും എന്ന് പറയുമ്പോഴത്തേന് സ്വർഗത്തിൽ പേര് എഴുതിയിരിക്കുന്നതെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, അവിടെ അത് മായ്ച്ചു കളയാതിരിക്കാൻ നിലനിർത്തിക്കണം. കർത്താവ് പലരും വന്നിട്ട് കർത്താവ് വേറെടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയത്ത് പോലും ഇല്ലെന്ന് പറയുന്നുണ്ട് കർത്താവ്. ഹല്ലേലൂയ. കാരണം അങ്ങനെ അവസ്ഥയ്ക്ക് കാരണം ഇതിനകത്ത് കാരണം വെച്ചാൽ ഇപ്പൊ ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യാൻ ദൈവം നമുക്ക് അധികാരം തന്നു കഴിഞ്ഞു. ഇറ്റ്സ് ഓൾറെഡി ഡൺ എന്നാണ്, നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു, ഇനി തരാനില്ല. പക്ഷേങ്കില് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ആ കൃപാവരം നമ്മൾ ഉള്ളിടത്തോളം നമുക്ക് ചെയ്യാം. പക്ഷേങ്കില് നമ്മൾ ദൈവവുമായിട്ട് ബന്ധത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ ഫലമില്ലാതെ പോയി കഴിഞ്ഞാൽ, നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവിടെയൊക്കെ നമ്മുടെ പേര് അവിടെ എഴുതിയിരിക്കുന്ന അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കാം. നമ്മുടെ ആദ്യ സ്നേഹം കർത്താവ് വെളിപ്പാട് ദിവസം പറയാ, നിങ്ങളെ കുറിച്ച് ഇതെല്ലാം ഉണ്ട് കേട്ടോ, നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു കുറ്റം പറയാനുണ്ട്, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. അത് വലിയ കുറ്റമാണ് കർത്താവെ ആദ്യം സ്നേഹിച്ച് കുറഞ്ഞു പോയത്. കർത്താവിന്റെ ദൃഷ്ടിയിൽ അതൊക്കെ വലിയ കുറ്റമാണ്. നമ്മുടെ ദൃഷ്ടി നമ്മൾ വിചാരിക്കുന്നത് നമ്മള് പോയി പ്രസംഗം നിർത്തിയാല്, സുവിശേഷം പറയാൻ നിർത്തിയാല്, അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തിയാല് കുറ്റം, സഭയിൽ പോകാതിരുന്നത് ഇതൊക്കെയാണ് കുറ്റം. പക്ഷെ കർത്താവ് പറയും, അതൊക്കെ നീ ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു, നീ നല്ലതാണ്, എല്ലാ ആഴ്ചയും മുടങ്ങാതെ നീ കർത്താവിന്റെ സഭയിൽ പോകുന്നുണ്ട്, നീ ആരാധിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നു, 4 നേരം നീ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം നീ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കില് നമ്മൾ തമ്മിലുള്ള ബന്ധം എവിടെയാണ്? കർത്താവുമായിട്ടുള്ള ബന്ധം എവിടെയാണ്? കർത്താവ് നമ്മുടെ ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ്, കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കുന്നത്.
നമ്മൾ എപ്പോഴും അപ്പ എന്ന് വിളിച്ചുകൊണ്ട് എന്താവശ്യം വന്നാലും നമ്മൾ അങ്ങോട്ട് ഓടി ചെല്ലണം. നമ്മൾ ആ മുഖത്തേക്ക് നോക്കണം. നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കണം. ഹാലിലെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതൊക്കെ കാര്യങ്ങൾ ഹാലിലെ അതൊക്കെ അനുസരിക്കണം. ഹാലിലെ ഇതൊക്കെയാണ് കർത്താവിന് ഹാലിലെ നമ്മുടെ ഇന്നലെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഡൗട്ടൊക്കെ അതിനകത്ത് റോമാലേഖന 7-ാം അധ്യായത്തിൽ നമ്മളെല്ലാവരും ഹാലിലെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരൊന്നും അങ്ങനെ എന്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ന്യായപ്രമാണം അനുസരിക്കേണ്ടവരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു 7-ാം അധ്യായം റോമാലേഖനത്തെ 7-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് ന്യായപ്രമാണം അറിയുന്നവരോട് അപ്പൊ ന്യായപ്രമാണം യഹൂദന്മാരുടെയാണ്. നമുക്ക് ന്യായപ്രമാണം ഒന്നും തന്നിട്ടില്ല. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുമല്ല നമ്മൾ ഈ കർത്താവിന്റെ മക്കളായി മാറിയത് കൃപയാൽ അത്രേ, വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പം കർത്താവ് യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ വന്ന് ജനിച്ചു. കർത്താവ് യേശുക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചു. കർത്താവ് യേശുക്രിസ്തു നമ്മളെ ജാതികളെ നേടാൻ വേണ്ടി അത് ചെയ്ത് എന്തിനാ? കർത്താവ് യേശുക്രിസ്തു യഹൂദനായതുകൊണ്ട് ന്യായപ്രമാണം നിവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ പ്രമാണങ്ങളൊന്നും തന്നിട്ടില്ല. നമുക്ക് ആകപ്പാട് ദൈവം തന്ന പ്രമാണം ഒന്നേ ഉള്ളൂ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്, ഇവിടെ എഴുതിയേക്കുന്നത് അങ്ങനെയാ. ഇവിടെ നിന്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയും പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇത് ഇടയ്ക്ക് നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ അത് പറഞ്ഞ. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ പരിശുദ്ധ ആ നാഴികയിൽ അവൻ പരിശുദ്ധാൻ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിലെ ഭൂമിയും കർത്താവിലെ നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിഞ്ഞ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ വാഴ്ത്തി. ഇവിടെ പലരും പറയേണ്ടത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന. ഇവിടെ ശിശുക്കൾ എന്ന് ഉദ്ദേശിച്ചത് ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞേക്കുന്ന ജ്ഞാനികൾ വിവേകികൾ ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് കർത്താവ് എല്ലാവരും ഒത്തിരി പേരുണ്ടായിരുന്നു. പരീക്ഷന്മാരുണ്ടായിരുന്നു, സദൂക്യരുണ്ട്, ന്യായപ്രമാണികൾ, ശാസ്ത്രിമാരുണ്ട്, ഇവരൊക്കെ. പക്ഷെ ഇവർക്കൊന്നും അത് വെളിപ്പെട്ടില്ല. ശിശുക്കൾക്ക് ഹാലയിൽ എന്ന് വെച്ചാ ഈ പറയുന്ന അതുപോലൊരു മനസ്സുള്ളവർക്ക്, അല്ലെ ഹാലയിൽ അതുപോലെ ഇന്നസെന്റ് ഇതായിട്ട് ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് ശിശുക്കൾ. ഹാലയിലി എന്ന് പറഞ്ഞാൽ അപ്പൊ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായി മാറാം. അല്ലെങ്കിൽ നമ്മൾ ആ ശിശുക്കളുടെ മനസ്സോട് കൂടിയുള്ളവർക്ക് അല്ല കുഞ്ഞുങ്ങൾക്ക് എന്നുള്ള ഉദ്ദേശിച്ചല്ല. അല്ല പലരും പറയും ശിശുക്കൾ വെളിപ്പെടുത്തി. അപ്പൊ ആ ഒരു നമ്മുടെ മനസ്സ് എപ്പോഴും അതുപോലെ എന്ത് കാര്യം കേട്ടാലും നിഷ്കളങ്കമായിട്ട് അത് വിശ്വസിക്കുകയും ചെയ്ത് അവർക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വാഴ്ത്തുന്നു. അതേ പിതാവേ, അങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകല എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവെന്ന് പിതാവല്ല ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നതല്ലാതെ ആരും അറിയാം. അപ്പൊ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവരാണ് ശരിക്കും ശിശുക്കൾ. ഹല്ലേലൂയ. അപ്പൊ പുത്രൻ വെളിപ്പെടുത്തി തന്നത് ദൈവത്തിന്റെ മക്കൾക്ക്, ശിശുക്കൾക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ആ മക്കളായി മാറാം. അപ്പൊ അവർക്കാണ് ഇച്ചിക. അല്ല ആരും അറിയാം, മറ്റുള്ളവർ ആര് എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും മറ്റുള്ള തലയിലേക്ക് ഇത് കേറത്തില്ലെന്ന് നമ്മൾ പറയുന്ന കണക്ക്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതാണ്. പുത്രൻ എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അപ്പൊ മാത്രമേ അവർക്കിത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ അവർക്കത് മനസ്സിലാകത്തില്ല. അതാണ് അതിന്റെ യഥാർത്ഥ മനസ്സ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തോന്നും ഇവർക്ക് എന്താ അങ്ങോട്ട് തലയിലോട്ട് കയറത്തില്ലേ, ഇവരുടെ ചെവിയിലോട്ട് അങ്ങോട്ട് കയറുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പക്ഷേ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പുത്രൻ അത് ആഗ്രഹിക്കും മാത്രമേ അവരുടെ ഉള്ളിലേക്ക് അത് കയറത്തുള്ളൂ. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അത് അങ്ങോട്ടൊന്നും പോകത്തില്ല. കാര്യം പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറെ പ്രവാചകന്മാരും രാജാക്കളും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു പറയുന്ന ഓരോ കാര്യങ്ങളും അത് പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് ഹല്ലേലൂയ. പലരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നമുക്കൊക്കെ ലഭിച്ച ഭാഗ്യമാണ്. കർത്താവിനെ കാണുവാനും കർത്താവിനെ കേൾക്കുവാനും അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ പല രാജാക്കന്മാർ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ സാധിക്കാത്ത നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നമുക്കും അതേ ഭാഗ്യം തന്നെ ദൈവം തന്നിരിക്കുന്നത്. താഴോട്ട് വായിക്കാം. 23, 25 തുടങ്ങി വായിക്കാവൂ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ
ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. ആ വഴിയെ എതിർച്ചയുമായി ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ വഴി വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്ത്, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം, പിന്നെ ഹല്ലേലൂയ. അപ്പൊ ഒരു ന്യായശാസ്ത്രി വന്നിട്ട്, ന്യായശാസ്ത്രി വെച്ചാൽ എല്ലാം അറിയുന്ന ആളാണ്. വന്നു കഴിഞ്ഞിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, നിത്യ ജീവൻ പരീക്ഷിക്കാൻ, കർത്താവിനെ പരീക്ഷിച്ച് ചോദിക്കുന്നത് എവിടെ എഴുതിക്കുന്നത്, എഴുതിയത് പരീക്ഷിച്ച് ചോദിക്കുന്നത്, എന്താ പറയാ, നിത്യജീവൻ അവകാശത്തിന് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പൊ നമുക്കൊക്കെ നിത്യജീവൻ തന്നിട്ട്, അപ്പൊ നിത്യജീവൻ അവകാശിയാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ മറുപടിയാ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയ അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അപ്പൊ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. റിബശാല ബന റിബന റിബന വർബശാല കരകരകശേല വർഗ ബദൂദ കശാല ജഗന ചുടകാല വർഗബശ ഉറകശാല വർഗാശി ബർബറബന ഹർബാശി കരകരകര. ആമേൻ. കൂട്ടുകാരൻ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണേ എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം പറഞ്ഞ ഉത്തരവൊക്കെ ശരിയാണ്, പക്ഷെ അത് നീ അങ്ങനെ തന്നെ ചെയ്യണം. എന്താ? ആദ്യം പറഞ്ഞ പരീക്ഷന് ആ ന്യായശാസ്ത്രിയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ പുള്ളി ദൈവത്തെ സ്നേഹിക്കാത്ത അതൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ പുള്ളി കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണോന്ന് പറഞ്ഞ കാര്യം കൂടെയാണ് കർത്താവ് പറയുന്ന. ഹല്ലേലൂയ. ആമേൻ. നീ അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മൾ തിരുവഴുത്ത് എന്ത് പറഞ്ഞാല്, കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ അതിൽ മാറ്റി അല്പം ഒന്ന് മാറ്റിയിട്ടോ, അല്ല നമുക്ക് ഇഷ്ടത്തിന് കുറച്ചൊന്ന് കുറച്ചിട്ടോ ചെന്ന് കൂട്ടിയിട്ടോ ഒന്നും ചെയ്യാനല്ല. എന്താണ് കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് ഒരു മാറ്റമില്ല. ദൈവം കർത്താവ് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം. മറിയ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, ഹല്ലേലൂയ, കാനായിലെ കല്യാണം വീട്ടിൽ വെച്ച് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ച നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഹല്ലേലൂയ. അത് കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ. അപ്പൊ ദൈവം നമ്മൾ പറയുന്നത് അതുപോലെ ചെയ്യുമ്പോഴാ അവിടെ മിറക്കിൾസ്, അല്ലെങ്കിൽ അവിടെ മറ്റ് പലത് നമുക്ക് അനുഭവിച്ചറിയാൻ. പക്ഷെ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും, എന്നാൽ നിനക്ക് ജീവനുണ്ട്. എന്താ? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവൻ തന്നെത്താൻ നീതീകരിപ്പ് ഇച്ഛിച്ചിട്ട് യേശു, എന്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചു യേശു. അപ്പൊ ഇന്ന് പലർക്കും അല്ലെ തന്നെത്താൻ നീതീകരിക്കാനുള്ള ചില കാര്യം, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ അത് ചെയ്യുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യും. അപ്പൊ അവരുടെയൊക്കെ വിചാരം അവരുടെ സ്വയം നീതിയാണ് അവരെല്ലാം കാണുന്നത്, തന്നെത്താൻ നീതീകരിക്കും. അപ്പൊ അതിന് ഉത്തരം പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നല്ല ശമരിയാക്കാൻ രൂപം അവരുടെ ഇന്നലെ ഞാൻ വീണ്ടും വായിക്കും ആ ഭാഗത്ത് എനിക്ക് ഇവിടെ പറഞ്ഞു, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോയി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഹല്ലേലൂയ. അവന്റെ വസ്ത്രം അഴിച്ചു. എവിടെയായി വസ്ത്രം അഴിക്കപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മള് അങ്ങ് ഉൽപ്പത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ, ഹല്ലേലൂയ, ദൈവം ആക്കി വെച്ച മനുഷ്യനുണ്ടായിരുന്നു. അവിടെ ശത്രു വന്നിട്ട് എന്താ ചെയ്തു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കൊടുത്തിരുന്ന ആദ്യം ചെയ്തത് വെച്ചാൽ അവർക്കൊരു മഹത്വത്തിന്റെ വസ്ത്രം ദൈവം കൊടുത്തിരുന്നു, അത് അഴിപ്പിച്ചു, അത് അഴിച്ചു വെപ്പിച്ചു. ഹല്ലേലൂയ. അത് അഴിച്ചു. എന്നിട്ട് അവരെ എന്താ പറയുന്ന, വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു. ആ വസ്ത്രം ഉണ്ടെങ്കിൽ അവരെ മുറിവേൽപ്പിക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് ആദ്യം വസ്ത്രം അഴിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവരെ മുറിവേൽപ്പിച്ചു. ഹല്ലേലൂയ. അർത്ഥപ്രാണനായി വിട്ടേച്ചു. എന്നിട്ട് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവൻ, പൂർണ്ണമായ ജീവൻ അവർക്കില്ല, കുറച്ചേ ഉള്ളൂ, പകുതി. അർത്ഥപ്രാണം വെച്ചാൽ പകുതി ജീവനേ ഉള്ളൂ. കാരണം അവരുടെ ജഡത്തിനെ
പിശാചിന് കള്ളന് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, മുറിവേൽപ്പിക്കാൻ പറ്റും, അവരുടെ വസ്ത്രം അഴിച്ച് മാറ്റി വെക്കാൻ പറ്റും. ഹാലേലിയ. ഇങ്ങനെ ആക്കിയിട്ട് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയേക്കുക. ആ അർത്ഥപ്രാണനായി കിടക്കുന്നത് ഇവിടെ യഥാർത്ഥമായിട്ട് മുറിവേറ്റ് കിടക്കുന്ന ഒരാളുടെ കാര്യം പറയുന്നു. പക്ഷെ ആത്മീയമായി നമ്മൾ പറയുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സകല മനുഷ്യർക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത സകലരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഹാലേലിയ. അവർക്ക് ആ തേജസ്സിന്റെ വസ്ത്രം ഊരിച്ച് ഹാലേലിയ അവരെ ശരീരത്തെ മുറിവേൽപ്പിച്ച് പകുതി ജീവനിൽ ഇട്ടേക്കാണെങ്കിൽ എപ്പോ വേണേലും ബാക്കി ജീവനും കൂടെ അവൻ എടുത്തോണ്ട് പോകാം. ആ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ അവിടെ നിന്നിട്ട് പറയുന്നത് അപ്പം ഹാലേലിയ അവിടെ അർത്ഥം ആ വഴി യാതൊരു ഒരു പുരോഹിതൻ അവനെ കണ്ട് മാറിക്കടന്നു. എന്ന് വെച്ചാൽ പുരോഹിതൻ കണ്ടിട്ട് മാറിക്കടന്നുമ്പോ ഇവിടെ പുരോഹിതനെ കൊണ്ട് ആ പ്രാണൻ പോയി കിടക്കുന്ന പകുതി പ്രാണൻ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സത്യം. പുരോഹിതൻ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ പ്രാണനെ നഷ്ടപ്പെടുത്തിയ ശത്രുകാലെ അപഹരിച്ച മുറിവേൽപ്പിച്ച അതിനെ മടക്കി കൊടുക്കാൻ ആർക്ക് പറ്റത്തില്ല. അതിന് മടക്കി കൊടുക്കണമെങ്കിൽ അത് മടക്കി കൊടുക്കാൻ യോഗ്യനായ ഒരുവൻ മാത്രമല്ല, ആ ആൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ മുറിവേൽപ്പിച്ച് മടങ്ങിപ്പോയി. കണ്ടിട്ട് കാണാതെ യാദൃശ്യം പുരോഹിതൻ കണ്ട് അവനെ കടന്നുപോയി. അടുത്തത് അങ്ങനെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അടുത്തൊരു ശമരിയക്കാരനോ ആ വഴി പോവുകയിൽ കണ്ടിട്ട് മനസ്സ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. കാരണം മറ്റുള്ള രണ്ടുപേരും അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇയാൾക്ക് മുറിവ് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ശമരിയക്കാരന്റെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു, വീഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് മുറിവുകളെ കെട്ടി. കർത്താവ് യേശുക്രിസ്തു നമ്മുടെ നല്ല ഇടയൻ. നമ്മുടെ മുറിവുകളെ കെട്ടുന്ന പലയിടത്തും ഞാൻ എപ്പോഴും ഇത് പറയാണ്, കർത്താവ് വന്നത് ആരെയും മുറിക്കാൻ വേണ്ടിയിട്ടല്ല. കർത്താവ് നമ്മളെ ആരെയും മുറിക്കാൻ പറ്റില്ല, മുറിവുകളെ കെട്ടാനാ കർത്താവ് നമ്മളെ പഠിപ്പിച്ച. അതുപോലെ എണ്ണയും വീഞ്ഞും പകർന്നു കെട്ടി. അപ്പൊ പരിശുദ്ധാത്മാവ് അഭിഷേകമൊക്കെ അഭിഷേകത്താലും പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് ശക്തിയാലും അഭിഷേകത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകമാണ് ഒരു മനുഷ്യന് അർത്ഥപ്രാണനായിരിക്കുന്ന ഒരു മനുഷ്യന് പൂർണ്ണ ജീവനിലേക്ക് നിത്യമായ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എൻട്രി ചെയ്താൽ ഒരു മനുഷ്യന് യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പകുതി ജീവനായി കിടക്കുന്നതിലേക്ക് ഒരു പൂർണ്ണ ജീവനിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ നിത്യമായ ജീവനിലേക്ക് ആദ്യം എൻട്രി ചെയ്യുന്ന ആൾ പരിശുദ്ധാത്മാണ്. അതാണ് എണ്ണ അവിടേക്ക് എൻട്രി ചെയ്യണം. വീഞ്ഞ് അതും പരിശുദ്ധാത്മാനൊക്കെ നല്ല അഭിഷേകത്തെ തന്നെ കാണിക്കുന്ന അത് പകർന്ന് കിട്ടിയാൽ മാത്രമേ ആ മുറിവിനെ ഉണക്കി അവരെ പകുതി പ്രാണി കിടക്കുന്നവരെ നമുക്ക് പൂർണ്ണതയിലേക്ക് പൂർണ്ണ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റാം. എന്നിട്ട് എന്താ പറയുന്നത്, അത് അവിടെ ഇട്ടിട്ട് അങ്ങനെ കെട്ടിയിട്ട് കളഞ്ഞിട്ട് പോയതല്ല. അത് കഴിഞ്ഞ ശേഷം അവനെ തന്റെ വാഹനത്തെ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ട് രക്ഷ ചെയ്തു. അപ്പൊ പിന്നീട് വേണ്ടുന്ന ആ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് നിത്യ ജീവനിലേക്ക് കൊണ്ടുപോകും വരെ ഈ രക്ഷ ഇങ്ങനെ ചെയ്താൽ വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഇങ്ങനെ കൊടുത്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തി വിളിച്ചവരെ നീതീകരിക്കും. നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് അവരെന്താ പറയാ ആ തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ടാണ് വാഹനത്തിൽ കയറ്റി അവിടെ കൊണ്ടുവന്നാക്കി അവർക്ക് വേണ്ടി രക്ഷ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ആയ തിരിച്ചറിവ് തന്നുകൊള്ള എന്ന് പറയുന്ന രീതിയിൽ ഒരു പൂർണ്ണതയുടെ അവർ വഴിയുന്ന ഒരു മുറിവ് കണ്ട് ഇട്ടിച്ച് നമ്മളൊന്ന് എണ്ണയും വീഞ്ഞും പകർന്നിട്ട് ഇട്ടിട്ട് പോകുന്നവരല്ല. കർത്താവിന്റെ ആ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ അവിടെ ആ പൂർണ്ണമായ ജീവനിലേക്ക് ആ അർത്ഥപ്രാണായി കിടന്നവനെ ഒരു പൂർണ്ണ ജീവനിലേക്ക് ഒരു നിത്യജീവനിലേക്ക് കൊണ്ടുപോകും വരെ ആ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്നിട്ട് രക്ഷ ചെയ്ത് അധികം വലിച്ചിട്ട് ഞാൻ മടങ്ങി തന്നത് എന്ന് അവരോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവർ ഈ മുതൽ ഏവൻ കൂട്ടുകാരനായി ചെന്ന് നിനക്ക് തോന്നുന്നു. അപ്പൊ ഇവിടെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു. മുമ്പയിലൂടെ കർത്താവ് പറഞ്ഞു ആത്മീയം അർത്ഥം. പക്ഷെ ഇവിടെ യഥാർത്ഥമായിട്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താ അവനെ കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. അപ്പൊ കരുണ കാണിക്കുന്ന അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ ഭൂമിയുള്ള സകല മനുഷ്യരോടും ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറിയത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ കൃപയാലും കരുണയാലുമാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. കരുണ എന്താന്ന് വെച്ചാൽ അർഹതപ്പെട്ട് നമുക്ക് തരാതിരുന്നതാണ് കരുണ. ഇവിടെ പറഞ്ഞ അവരോട് കരുണ കാണിച്ചവർ അത്ര യഥാർത്ഥം. എന്താ കരുണ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്ന് മാറ്റി നമുക്ക് നിത്യജീവൻ നൽകിയതാണ് ദൈവത്തിന്റെ കരുണ. ഇവിടെ പ്രാണൻ പകുതി പോയി കിടക്കുന്ന മനുഷ്യൻ അവിടെ കുറച്ചു നേരം കൂടെ കിടന്ന് മരിച്ചു പോകുമായിരുന്നു. അപ്പൊ അവന്റെ പാപത്തിന്റെ ശമ്പളം മരണമായിരുന്നു. ആ മരണത്തെ മാറ്റിയിട്ട് നിത്യജീവനെ കൊടുത്ത് ദൈവത്തിന്റെ കരുണയോടെ വെളിപ്പെട്ടു.
അതാണ് അവനോട് കരുണ ചെയ്ത് നല്ല കൂട്ടുകാരൻ എന്ന് പറയും. ഹല്ലേലൂയ. ആമേൻ. അവന്റെ കൂട്ടുകാരൻ. അപ്പൊ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ആ നല്ല ശമരിയക്കാരന് ഹല്ലേലൂയ. ആമേൻ. അർത്ഥപ്രാണരായി കിടക്കുന്നവരെയൊക്കെ പൂർണ്ണ പ്രാണനിലേക്ക് അല്ലെ ജീവനിലേക്ക് നിത്യജീവനിലേക്ക് അവരെ എത്തിക്കാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു ലേവനെ കൊണ്ടും പറ്റും, ഒരു പുരോഹിതനെ കൊണ്ടും പറ്റത്തില്ല, മറ്റാരെ കൊണ്ടും പറ്റത്തില്ല. കർത്താവ് യേശുക്രിസ്തുവിന് മാത്രം സാധിക്കുന്നതാണ്. ഹല്ലേലൂയ. അതേപോലെ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ അവൻ യാത്ര പോകുക. വായിച്ചു, അതൊരു വാക്കിയുടെ വായിച്ചു. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്ന് കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പിന്നെ അവർ യാത്ര പോകുമ്പോൾ അവൻ ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിന് പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇപ്പൊ. ഹാലെ പിന്നെ നമുക്കറിയാം ബെഥാനിയാണെന്ന് അറിയാം. ഹല്ലെ പക്ഷെ എന്നിട്ട് മർത്ത എന്ന പേരിൽ ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ഹാലേലിയ. അവിടെ അവൻ കർത്താവ് യേശുക്രിസ്തുവിന് ആ വീട്ടിലേക്ക് ഒരു പ്രവേശനം ലഭിച്ച മർത്ത മുഖാന്തരം തന്നെ. അപ്പൊ നമ്മൾ പറയും ഇവിടെയൊക്കെ എല്ലാം പറയും മർത്തയെ പോലാകലും മറിയെ പോലാകണം. പക്ഷേ മർത്തയെ പോലെ ഒരാളില്ലെങ്കിൽ മറിയെ പോലെ ഒരാളിനെ അവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഹാലെ ആ വീടിന്റെ ഭവനത്തിന്റെ വാതിൽ കർത്താവിന് തുറന്നിടത്ത് മർത്തയാണ്. ഹാലെ മർത്തയോടൊപ്പം കർത്താവ് പറയുന്ന മർത്ത കൊള്ളരുതാത്തതൊന്നല്ല, നീ പലതിനെ ചൊല്ലി വിചാരപ്പോ. അപ്പൊ മർത്ത എന്ന് പറയുന്ന ഹാലേലു ദൈവത്തെ കൈക്കൊണ്ട് ഹാലേലു ദൈവത്തെ ആ ഭവനത്തിലേക്ക് എൻ്റർ ചെയ്യിച്ച വ്യക്തിയാണ്. ഹാലേലുയ. ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചിട്ടുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്, കർത്താവ് യേശുക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ മർത്ത വിളിക്കുന്നത്. ഹാലേലു അവിടെ ഹാലെ. അപ്പൊ പക്ഷെ ആ രണ്ട് സഹോദരിമാരോടെ കാണിക്കുന്നതില് രണ്ടുപേരും ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ അവരുടെ സഹോദരൻ ലാസർ പോലും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പിന്നീട് യോഹന്നാന്റെ സുവിശേഷം വായിക്കാൻ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അവിടെ അല്ലാതെ ചിലരൊക്കെ എപ്പോഴും മർത്തയെ അങ്ങോട്ട് ഇങ്ങനെ താഴ്ത്തി കുറ്റു പറയുന്ന രീതിയിലേക്കും പറയാറുണ്ട്. ഹല്ലെ അപ്പൊ മറിയാണ് ഹല്ലെ പാദപീഠത്തിൽ കീറുന്ന. പക്ഷെ പാദപീഠത്തിൽ കീറുന്ന നല്ല അംശം തിരഞ്ഞ മറിയ നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ പക്ഷെ മർത്ത ഹാലേലൂയ ആമേൻ കർത്താവിനെ ആ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന മർത്ത തന്നെയാണ്. അപ്പൊ പലരും കർത്താവിന് പ്രിയരായി മാറുവാനും കർത്താവിനെ അതുപോലെ സ്നേഹിക്കാനും അതുപോലെ അതിന് സാഹചര്യം ഒരുക്കുന്ന പലരും ഇന്ന് മർത്തമാർ അനേകർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെയൊക്കെ ഭവനത്തിലേക്ക് കർത്താവിനെ ആമേൻ എൻ്റർ ചെയ്യിക്കുന്ന ചില മർത്തമാരുണ്ട്. നല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യിക്കുന്ന. അപ്പൊ മർത്തമാർ എപ്പോഴും നല്ലത് തന്നെ. അപ്പൊ നമ്മളൊക്കെ മർത്തയെ പോലെ സ്വഭാവം ഉണ്ടാകണം, അതുപോലെ തന്നെ മറിയയുടെ ക്യാരക്ടറും ഉണ്ടാകണം. രണ്ടും ഉണ്ടാകണം. മർത്തയെ ഇവിടെ എൻ്റർ ചെയ്യിക്കുന്ന എന്നിട്ട് അതിനുശേഷം അടുത്ത തന്നെ ആ സ്ത്രീ വളരെ കേൾക്കണം. അവൾക്ക് മറിയ എന്ന് അവൾ കർത്താവിന്റെ കാൽക്കൽ നിന്ന് അവന്റെ വചനം കേട്ടുകൊണ്ട്. അപ്പം മറിയ കർത്താവിനെ മർത്ത വിളിച്ച് അകത്ത് കയറ്റിയതുണ്ട്. അല്ലേ പക്ഷേ കർത്താവ് പറയുമ്പോൾ കേൾക്കാനൊന്നും ഇരുന്നില്ല പുള്ളിക്കാരത്. അവിടെ പല പണിയില്ലെന്ന് വെച്ചാൽ സൽക്കരിക്കാനായിട്ട് കർത്താവിനെ ആമേ. അപ്പൊ ദൈവത്തിന് ഇമ്പോർട്ടന്റ് എപ്പോഴും ആമേ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നതിനെക്കാട്ടിയും നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ട് അതിന് ആ പാതപീഠത്തിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടം. ചില ആൾക്കാര് ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് മർത്തയെപ്പോലുള്ള നമുക്കറിയാം സുവിശേഷമൊക്കെ ആയിട്ട് ഭയങ്കര ഓട്ടമായിരിക്കും അല്ലെ. പക്ഷെ അവരും വേണം. പക്ഷെ ഓടി നടക്കുന്നവര് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നില്ലെങ്കിൽ കർത്താവിന്റെ നമ്മൾ ഒന്നും ചെയ്തില്ലേ പോലും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരെ കർത്താവിന് ഇഷ്ടം. ആമേൻ. ഹാലേ. അപ്പം നമ്മള് ആ കാര്യം ചെയ്യുന്ന കൂട്ടുന്നത്. അപ്പം എന്നിട്ട് മർത്ത വന്നിട്ട് എന്താ പറയാ, പരാതി പറയാണ്. ഹാലെ വേറെ അടുത്ത് ഒരുത്തം വന്ന് പറയുന്നത്, അപ്പൊ എന്റെ സഹോദരൻ എന്റെ സ്വത്വം തരുന്നില്ല, നീ ഒന്ന് പറയണേ എന്ന് പറയുന്നുണ്ട്. കർത്താവ് നിന്റെയൊക്കെ ന്യായകർത്താവൊക്കെ എന്നെ ആരാ വെച്ചേക്കുന്ന ചോദിക്കും. ഇവിടെ മർത്ത വന്നിട്ട് പറയുമ്പോ മർത്തയോട് ദൈവം പറയും, കർത്താവ് അവളോട് എന്ന് പറയാം, എന്നൊന്ന് സഹായിക്കുന്നു. കർത്താവ് പറയുന്നത് ആമേ ഹാലേ, നീ എന്തിനാ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നത്, അറിയാൻ നല്ല അംശത്തെ. അപ്പൊ മർത്തയുടെ സ്വഭാവം എന്താ വെച്ചാൽ, അയ്യോ കർത്താവ് വന്ന് നമ്മൾ എന്ത് കൊടുക്കും, എന്ത് ചെയ്യണം, എങ്ങനെ സൽക്കരിക്കണം, ഇതൊക്കെ ഓർത്താടി പലതിനെ ചൊല്ലും. പക്ഷെ ദൈവത്തിന് ഹാലേ വിളിച്ച് നമ്മൾ വീട്ടിൽ കയറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ അവിടെ ആമീൻ കർത്താവ് പറയുന്ന കർത്താവ് നമ്മുടെ ഭവനത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് സകലതും കർത്താവിനെ കുറിച്ച് മാത്രം, കർത്താവിനോട് നമ്മൾ ചേർന്നിരുന്നാൽ മാത്രം മതി. നമ്മൾ വിചാരപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട കാര്യമില്ല. നമുക്ക് കർത്താവ് സകലത്തിനും മതിയായവന്. ഈ ഒരു ബോധ്യം മർത്തയ്ക്ക് ഉണ്ടായിരുന്നില്ല.
മർത്തയുടെ കുറവ് അവിടെയായിരുന്നു. ഹല്ലേലൂയ. കാരണം കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിചാരങ്ങളെല്ലാം എടുത്ത് കളഞ്ഞേക്കണം. നിന്റെ സകല ചിന്ത എന്റെ മേൽ വെച്ചുകൊള്ളാന്ന് പറഞ്ഞാല് നമ്മുടെ സകല വിഷയത്തിനും മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അത് മർത്ത മനസ്സിലാക്കിയില്ല. പക്ഷെ മറിയാണെങ്കിൽ അത് മനസ്സിലാക്കി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ഇത് കേട്ടാ മാത്രം മതി. ബാക്കിയുള്ളതൊന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും വേണ്ട, ചിന്തിക്കേണ്ട. കാരണം എനിക്ക് സകലത്തിനും മതിയാവൻ എന്റെ മുമ്പിൽ അല്ല എന്റെ കൂടെ ഇരിക്കുന്ന അപ്പൊ നമ്മൾ കർത്താവിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് സകലത്തിനും മതിയായവനാണ്. ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. എന്നാൽ മാത്രം നമുക്ക് അടങ്ങി ഒതുങ്ങി ദൈവത്തിന്റെ പാതപീഠത്തിൽ ഇരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നെട്ടോട്ടം വട്ടോട്ടം ഓടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ കർത്താവ് പറയുന്നേ, മർത്തേ നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി. അപ്പൊ നമ്മള് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് അടുത്തൊരു പ്രശ്നം, നമ്മുടെ മനം കലങ്ങിപ്പോകും. മനം കലങ്ങിപ്പോയാൽ അത് നമ്മുടെ സ്പിരിറ്റിനെ എഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, ആമേ ഹല്ലേലൂയ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കും, നീ സകലത്തിൽ ശുഭമായും സുഖമായിരിക്കണം. അപ്പൊ നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് കലങ്ങിയ അത് നമ്മുടെ ആത്മാവിനെ എഫക്ട് ചെയ്യുക. ആത്മാവ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലായിടത്തും സുഖമായി ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞത് അത് മനം കലങ്ങിയും പലരും വിചാരപ്പെട്ട് മനം കലങ്ങി, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നും മതി. അപ്പൊ അത് എന്താ നമുക്ക് വേണ്ടത്? ഒന്നും മതി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു, കർത്താവിന്റെ വചനവും നമുക്ക് മതി. ഹല്ലേലൂയ. അല്ലെങ്കിൽ പരിശുദ്ധാത്മ ട്രിനിറ്റിയും അത് കർത്താവ് യേശുക്രിസ്തുവും അല്ലെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ നമ്മൾ കേട്ട് ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രം മതി. മറ്റുള്ള പലതിനെ കുറിച്ച് കലങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നല്ല അംശം തിരഞ്ഞെടുക്കുന്ന മറിയെപ്പോലെ ആകണം. അതുപോലെ ഇന്ന് നമ്മൾ കേട്ടതിനകത്ത് ഹല്ലേലൂയ, ഒന്ന് ശമരിയക്കാരനെ കുറിച്ച് കേട്ടപ്പോ ആത്മീയമായിട്ടുള്ള ശമരിയക്കാരൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതെങ്ങനെയാന്ന് വെച്ചത് അതുപോലെ നമ്മൾ ഹല്ലേലൂയ സാത്താൻ മിന്നൽ പോലെ വീഴുന്ന കാണുന്നുണ്ട്, പാമ്പുകളെ അതെല്ലാം അധികം. അപ്പൊ അത് ഒരിക്കലും നമുക്ക് ദോഷം വരുത്തത്തില്ല എന്ന് തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പാമ്പുകളെയും തേളും ശത്രുവിന്റെ സകലത്തെയും ചവിട്ടെ ഞാൻ നിങ്ങൾക്ക് അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഒരിക്കലും ദോഷം വരുത്തത്തില്ല. നമ്മൾ ഒരാളെ പോയി പ്രാർത്ഥിച്ചു, അയാളിൽ നിന്ന് ഒരു ദുരാത്മാവ് വിട്ടുപോയി, അയാളിൽ നിന്ന് ഒരു രോഗാത്മാവ് വിട്ടുപോയി, ഇതൊന്നും ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരും, നമുക്ക് അതൊരിക്കലും ദോഷമായി വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പല തെറ്റിദ്ധാരണ നമുക്കും ഉണ്ട്. ഞാനിപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിലർ പറയുമ്പോൾ നമ്മളും കേട്ടത്, പക്ഷേ അതൊന്നും നമുക്ക് ദോഷം വരുത്തത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് തന്നെ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുക. അതൊരിക്കലും പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് സകലത്ത് നമ്മൾ ഹല്ലേലൂയ. അതുപോലെ നമ്മളെ കർത്താവ് അയക്കുമ്പോൾ എങ്ങനെയാണ് അയക്കുന്നതെന്നും നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത് കൃത്യമായി പഠിപ്പിച്ചത്. അപ്പൊ കർത്താവ് പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് കർത്താവ് ശിഷ്യന്മാരെ അയച്ചെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് കർത്താവ് നമ്മളോട് കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാതിരുന്നാൽ കർത്താവിന് പോകാൻ കഴിയത്തില്ല. കർത്താവിന്റെ യാത്ര മുടക്കുന്നവരെന്നാകില്ല നമ്മളെയൊക്കെ കർത്താവ് എവിടേക്കെങ്കിലും അയക്കാൻ പറയാം, നമ്മൾ പോകണം. കാരണം കർത്താവ് നമ്മുടെ കൂടെയാണ് കർത്താവ് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ ഈ സുവിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇന്നലെ എന്നോട് മെയിനായിട്ട് ഇടപെട്ട ശമരിയാക്കാരുടെ ഉപമയിലാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അർത്ഥപ്രാണരായി ഹല്ലേലൂയ ലോകത്തിൽ ഹല്ലേലൂയ അവരെ പലരും വസ്ത്രമില്ലാതെ ഹല്ലേലൂയ പ്രാണൻ പകുതി എടുത്തുകൊണ്ട് ശത്രു ഇട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഹല്ലേലൂയ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെയാണ് ദൈവം കണ്ടത്. അവിടെ പുരോഹിതന്മാർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ദേവന്മാർക്കൊന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിനെല്ലാം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അവിടെയൊക്കെ കടന്നു ചെല്ലണം. ഹല്ലേലൂയ. അവരെ ഹല്ലേലൂയ അവരെ നിത്യജീവനിലേക്ക് എത്തിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുക, ചെയ്യുക. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.